ശ്രീ ലിബിൻ തോമസ്, ഈ നഴ്സിംഗ് സമരം കൊണ്ട് രോഗികൾ ബുദ്ധിമുട്ടുന്നില്ല എന്ന കാര്യം അത് തെക്കൻ ജില്ലകളിലും മധ്യ കേരളത്തിലും ശരിയാണ്. പക്ഷേ കണ്ണൂർ, കാസർഗോഡ് ജില്ലയിൽ സ്ഥിതി അല്പം വ്യത്യസ്തമാണല്ലോ. അവിടെ ഇന്ത്യൻ നഴ്സസ് അസോസിയേഷൻ, അതായത് താങ്കൾ പ്രതിനിധാനം ചെയ്യുന്ന സംഘടന, ഈ സംഘടന നടത്തുന്ന സമരത്തിൽ ആശുപത്രികൾ ബഹിഷ്കരിക്കുന്ന സമരത്തിലേക്കും നഴ്സുമാർ പോയിട്ടുണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ ഇങ്ങനെയൊരു ഉത്തരവ് കണ്ണൂർ ജില്ലാ കളക്ടർ ഇറക്കിയിരിക്കുന്നത്. 144 സെക്ഷൻ അനുസരിച്ച് കൊണ്ടുള്ള ഇങ്ങനെയൊരു ഉത്തരവ്. അതിൽ പറയുന്നത് ഗവൺമെൻറ് ആശുപത്രികളിലേക്ക് രോഗികളെ പറഞ്ഞുവിടാൻ നിർബന്ധിതരാവുകയാണ് സ്വകാര്യ ആശുപത്രികൾ. മാത്രമല്ല, സ്വകാര്യ ആശുപത്രികൾക്ക് ഒരുപാട് കേസുകൾ വരുന്നുണ്ട്, പക്ഷേ ഇത് ഏറ്റെടുക്കുവാൻ കഴിയുന്നില്ല. നേഴ്സുമാരുടെ എണ്ണത്തിൽ 50% കുറവ് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് സ്ഥിതി ഗുരുതരമാണ്. അതിനാൽ നഴ്സിംഗ് വിദ്യാർത്ഥികളെ വിവിധ നഴ്സിംഗ് സ്ഥാപനങ്ങളിൽ നിന്നും നാളെ മുതൽ വിടുകയാണ്. അത് ഓരോ സ്വകാര്യ ആശുപത്രികളിലേക്കും എത്ര നഴ്സുമാരെ വീതം ഓരോ നഴ്സിംഗ് സ്കൂളുകളിൽ നിന്നും വിടുന്നു എന്നതിൻ്റെ എണ്ണം ഉൾപ്പെടെ ജില്ലാ കളക്ടർ പറഞ്ഞിട്ടുണ്ട്. ഇവരെ തടസ്സപ്പെടുത്തുവാൻ പാടില്ല എന്ന നിർദ്ദേശവും. ഇത് നിങ്ങളുടെ സമരം കൊണ്ടുണ്ടായിരിക്കുന്ന ഒന്ന് തന്നെയല്ലേ? രോഗികൾ ബുദ്ധിമുട്ടുന്ന രീതിയിലേക്ക് വടക്കൻ കേരളത്തിലെ 2 ജില്ലകളിൽ സംഭവിക്കുന്നു. ഞങ്ങൾ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ സമരം ആരംഭിച്ചിട്ട് ഏകദേശം 18 ദിവസം പിന്നിട്ട് നിന്നിരിക്കുന്നു. ഈ 18 ദിവസത്തിനിടയ്ക്ക് ഒരു ചർച്ച വിളിച്ചിരുന്നെങ്കിൽ പൂർണ്ണമായും സ്റ്റാച്യോട് സഹകരിക്കാം എന്ന് പറഞ്ഞ ഒരു സംഘടനയാണ് ഞങ്ങളുടേത്. പക്ഷേ ഉപാധികളില്ലാതെ ചർച്ചയ്ക്ക് വേണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. ഞങ്ങളോട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ബന്ധപ്പെട്ടപ്പോൾ സമരം അവസാനിപ്പിച്ചതിന് ശേഷം വരൂ, അപ്പോൾ ചർച്ച ആവുമെന്ന നിലപാടാണ് അവർ സ്വീകരിച്ചത്. അതുകൊണ്ടാണ് ഞങ്ങൾ ആ ഒരു നിലപാടിലേക്ക് ഞങ്ങൾ പോകാതെ ഞങ്ങൾ സമരം തുടരും എന്ന നിലപാട് ഞങ്ങൾ സ്വീകരിച്ചത്. കഴിഞ്ഞ IRCയിൽ എൻ്റെ അടുത്ത് സമരം അവസാനിപ്പിക്കണമെന്ന് അന്നേ ആവശ്യപ്പെട്ടാണ്. അന്നേ സമരം നടക്കുന്നുണ്ട്. അതിന് കാരണമുണ്ടായിരുന്നല്ലോ ശ്രീ ലിബിൻ തോമസ്. സംസ്ഥാനത്തെ ഗുരുതരമായ അവസ്ഥ താങ്കൾക്ക് അറിയാവുന്ന കാര്യമാണല്ലോ, നഴ്സുമാർക്ക് അറിയാവുന്ന കാര്യമാണ്. പനിമരണങ്ങൾ കൂടുന്നു, ഒട്ടേറെ കേസുകൾ ആശുപത്രികളിലേക്ക് വരുന്നു. അതുകൊണ്ട് സർക്കാരിന് അങ്ങനെ ഒരു നിലപാടിലേക്ക് വരേണ്ട സാഹചര്യമായിരുന്നു. അതായത് നിങ്ങളുടെ സമ്മർദ്ദതന്ത്രം ഉണ്ടാകുന്നു എന്ന തോന്നൽ ഉണ്ടാകുന്ന രീതിയിലായിരുന്നു. പക്ഷേ യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ അങ്ങനെ ഒരു നിലപാടെടുത്തില്ല. അവർ സമരം ചെയ്യുമ്പോഴും ആശുപത്രികൾ മുടങ്ങാതിരിക്കാൻ അവർ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അല്ല, ചർച്ചയുടെ വാതാനങ്ങൾ എപ്പോഴും തുറന്നിട്ടുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ സമരം ചെയ്തത്. മാത്രമല്ല, അടിയന്തര ആവശ്യങ്ങൾ ആവശ്യപ്പെട്ടപ്പോഴൊക്കെ ഞങ്ങൾ നഴ്സുമാരെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നഴ്സസിനെ കൊടുത്തിട്ടുണ്ട്. അല്ലാതെ ഞങ്ങൾ മുഴുവൻ ആശുപത്രിയും പൂട്ടിക്കെട്ടി പോവുകയല്ല ചെയ്തിരിക്കുന്നത്. പിന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സമരം ആരംഭിച്ചത് 18 ദിവസമായി. സർക്കാർ ഒരു ചർച്ചയ്ക്ക് വിളിച്ച് എപ്പോൾ വേണം പോകാമെന്ന് ഞങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉറപ്പ് കിട്ടിക്കഴിഞ്ഞാൽ സമരം പിൻവലിക്കാമെന്ന് പറഞ്ഞു. മാനേജ്മെൻറ്റുകൾ ആ ഒരു വാക്ക് തരട്ടെ, സുപ്രീം കോടതി നിർദ്ദേശം നടപ്പിലാക്കാമെന്ന് അവർ ആവശ്യപ്പെടട്ടെ. ഞങ്ങൾ സമരം പിൻവലിച്ചെങ്കിൽ മാത്രം ചർച്ചയാവുമെന്ന് പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് മാത്രം എനിക്ക് മനസ്സിലാകുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്ന ഈ സുപ്രീം കോടതി നിർദ്ദേശങ്ങൾ ചർച്ചയ്ക്കെടുക്കാൻ പോലും തയ്യാറായിട്ടില്ല. IRCയിൽ ചർച്ചയ്ക്കെടുക്കാൻ പോലും തയ്യാറായിട്ടില്ല. അപ്പം ഹൈക്കോടതിയുടെ ഓർഡറിനെ പറ്റി പറയുന്നു, എസ്മയെ പറ്റി പറയുന്നു, ഹൈക്കോടതിയുടെ വാക്കുകൾ ഉയർത്തിപ്പിടിക്കുന്നു. എന്നാൽ സുപ്രീം കോടതിയുടെ നിർദ്ദേശത്തിന് പുല്ലുവിലയാണ്. അപ്പോൾ അത് ഞങ്ങൾ എങ്ങനെ അംഗീകരിക്കും? അപ്പോൾ ഞങ്ങൾ സമരം ചെയ്യുന്നു, രോഗികളെ ബുദ്ധിമുട്ടിക്കുന്നു എന്ന രീതിയിൽ PR വർക്ക് വളരെ വളരെ ഒരു ഗൂഢമായ രീതിയിൽ തന്നെ ഇത് നടക്കുന്നുണ്ട്. നഴ്സിംഗ് വിദ്യാർത്ഥികളെ കണ്ണൂരിലെ വിവിധ ആശുപത്രികളിലേക്ക് അയക്കേണ്ട സാഹചര്യം ഇല്ല എന്ന് തന്നെയാണോ താങ്കളുടെ സംഘടനയുടെ നിലപാട്? കളക്ടർ അങ്ങനെ ഒരു ഉത്തരവിടേണ്ട ആവശ്യമില്ലായിരുന്നുവെന്ന് അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പോഴും 50-60 സാധാരണ 100 പേഷ്യൻ്റുള്ള ആശുപത്രികളിൽ 50-60 പേഷ്യൻസ് ഇപ്പോഴും ഉണ്ട്. ഇങ്ങനെ ഒരു അടിയന്തര സാഹചര്യം ഈ ജില്ലയിൽ നിലനിൽക്കുന്നില്ല. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ചേതാവികാരം മറ്റെന്തോ ആണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ മാനേജ്മെൻറ്റുകളടുത്ത് എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് അത്യാഹിതം ആവശ്യമുണ്ടോ നിങ്ങൾ എപ്പോൾ വേണേൽ ബന്ധപ്പെട്ടോളൂ, നഴ്സസിനെ തരാം. ഇന്നും ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇന്നും പല ആശുപത്രികളും നഴ്സസിനെ കൊടുത്തിട്ടുണ്ട്, ദിവസങ്ങളായി കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. എപ്പോൾ ബന്ധപ്പെട്ടാലും കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ ഈ നഴ്സസിനെ ഈ വിദ്യാർത്ഥികളെ ആശുപത്രികളിലേക്ക് വിട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ നഴ്സസ് ജോലി ചെയ്യാതിരിക്കാതെ കൂടുതൽ ഗുരുതരമായ അപകടങ്ങളല്ലേ സംഭവിക്കാൻ പോകുന്നത്? വിദ്യാർത്ഥികൾക്ക് ഇത് സംബന്ധിച്ച് എന്തെങ്കിലും അറിയുമോ? അവർക്ക് രോഗിയെ പരിചരിക്കാൻ അറിയുമോ? 4 വർഷക്കാലം പഠിച്ച ഒരു വിദ്യാർത്ഥിക്ക് അല്ലെങ്കിൽ ഒരു നഴ്സിന് ആവശ്യത്തിന് പ്രായോഗിക പരിജ്ഞാനമില്ല എന്ന കാരണത്താൽ 1 വർഷം ട്രെയിനിങ് ഏർപ്പെടുത്തിയ സംസ്ഥാനമല്ലേ ഇത്? അപ്പോൾ വീണ്ടും ഈ 1 വർഷമോ 2 വർഷമോ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥിയുടെ കയ്യിലേക്ക് ഒരു രോഗിയുടെ ജീവൻ എങ്ങനെയാണ് വെച്ച് കൊടുക്കുന്നത്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ സമരം അടിയന്തരമായി പരിഹരിക്കുന്നതിന് വേണ്ട നടപടിയല്ലേ സർക്കാർ സ്വീകരിക്കേണ്ടത്? അല്ലെങ്കിൽ മാനേജ്മെൻറ്റുകൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകണ്ടേ? അതെന്താ അവർ ചെയ്യാത്തത്? സ്വാഭാവികമായും പൊതുജനങ്ങളെ പഴയ നിലപാടിൽ നിന്നൊക്കെ മാനേജ്മെന്റുകൾ മാറിയിട്ടുണ്ട്. ഈ 17,200 പോലും അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ മാനേജ്മെന്റുകളാണ് ഇന്ന് കൊച്ചിയിൽ അടിയന്തരമായി യോഗം ചേർന്ന് 17,200 സമ്മതിക്കാമെന്ന് പറഞ്ഞത്. അല്ല, അത് നിങ്ങൾ ഇല്ല, അത് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. അന്നത്തെ IRCയിൽ അവർ അംഗീകരിച്ചതാണ്.
അപ്പോൾ ഇന്ന് വീണ്ടും ഒരു മീറ്റിംഗ് തട്ടിക്കൂട്ടി അതായത് അന്നത്തെ IRC-യിൽ അവർ അംഗീകരിച്ചു, അവർ സർക്കാരിന്റെ നിലപാടിനൊപ്പം ചേർന്നു. പക്ഷേ അതിനുശേഷം പരസ്യമായി അവർ അത് പറഞ്ഞില്ല. ഇപ്പോൾ സർക്കാരിന്റെ നിലപാട് അംഗീകരിക്കുന്നുവെന്ന് പരസ്യമായ ഒരു നിലപാട് ഒരു ദിവസത്തിന് ശേഷം പറയുന്നു. അവിടെ എന്താ സംഭവിച്ചതെന്ന് അവർ മാധ്യമങ്ങൾ എന്ത് പറഞ്ഞു എന്ന് എനിക്കറിയില്ല. അവർ മാധ്യമങ്ങളിൽ എന്താണ് പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ആ കമ്മിറ്റിയിൽ പങ്കെടുത്ത ഔദ്യോഗികമായിട്ട് കമ്മിറ്റി പങ്കെടുത്ത വ്യക്തിയാണ്. അതിൽ അവർ സർക്കാരിൻ്റെ പ്രഖ്യാപനം അംഗീകരിക്കുമെന്ന് പറഞ്ഞു. സർക്കാർ പ്രഖ്യാപിച്ചു, അവരത് അംഗീകരിച്ചു. വീണ്ടും ഇന്ന് അവർ മീറ്റിംഗ് കൂട്ടിയിട്ട് പറയുന്നു സർക്കാരിൻ്റെ പ്രഖ്യാപനം അവർ നടപ്പിലാക്കുമെന്ന്. അതെന്തിനാണ്? അപ്പോൾ വീണ്ടും താങ്കൾ IRC-യിൽ പങ്കെടുക്കുന്നയാളാണല്ലോ. സർക്കാരിന്റെ നിലപാട് എപ്പോഴും ഈ സമരം ചെയ്യുന്ന നേഴ്സുമാർക്കെതിരാണോ? കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രി നിങ്ങളെ പ്രത്യേകം വിളിച്ചു മാറ്റി നിർത്തി 20,000 രൂപ അംഗീകരിക്കാമെന്ന് പറയുന്നു, പിന്നെ നിലപാട് മാറ്റുന്നു. ഈ 20,000 എന്ന് പറയുമ്പോൾ എല്ലാ അലവൻസുകളും കൂടി ഉൾപ്പെടുന്നതാണെന്ന് വിശദീകരണം നൽകുന്നു. അപ്പോൾ നിങ്ങളെ പറ്റിക്കുവാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ടോ ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന്? ഇല്ല, അങ്ങനെയൊന്നും ഞങ്ങൾക്ക് അറിയുന്നില്ല. സർക്കാരിന് ഒരു മീഡിയേറ്റർ റോൾ മാത്രമേ ഉള്ളൂ. IRC-യിൽ സർക്കാരിന് ഒരു മീഡിയേറ്റർ റോളാണ്. സർക്കാരിന് ഒരു നിർദ്ദേശം ഇത്ര കൊടുക്കുമെന്ന് ആവശ്യപ്പെടാൻ സർക്കാരിന് ഏതായാലും സാധിക്കത്തില്ല. അത് ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ ക്രിയാത്മകമായി അല്ലെങ്കിൽ നിശ്ചയദാർഢ്യത്തോട് നിലപാട് സ്വീകരിക്കുകയാണെങ്കിൽ മാനേജ്മെൻറ്റുകളെ വഴിക്ക് വരുത്താൻ സാധിക്കും. അതാണ് ആ നിലപാടാണ് ഞങ്ങൾ സ്വീകരിച്ചത്. സർക്കാർ നിശ്ചയദാർഢ്യത്തോടെ ഒരു നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞാൽ മാനേജ്മെൻറ്റുകൾ വഴിക്ക് വരും. അത് വരുത്താനുള്ള നിശ്ചയദാർഢ്യം സർക്കാർ കാണിക്കണമെന്ന് മാത്രമേ ഞങ്ങൾ ആവശ്യപ്പെട്ടുള്ളൂ. അല്ല ഞങ്ങൾ തെറ്റിദ്ധരിപ്പിക്കാനോ ഞങ്ങൾ വഞ്ചിക്കാനോ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടായെന്ന് ഇപ്പോൾ ആദ്യം ശ്രീ ആനത്തലവട്ടം സൂചിപ്പിച്ച കാര്യം, ഇപ്പോൾ സമരം ഇങ്ങനെ തുടരുമ്പോൾ രോഗികളുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കേണ്ട അവസ്ഥയും സർക്കാരിനുണ്ടാകും. അതുകൊണ്ടാണ് ജില്ലാ കളക്ടറുടെ ഭാഗത്തുനിന്നും അങ്ങനെ ഒരു ഉത്തരവുണ്ടായത്. അല്ല, ഈ അത് മനസ്സിലാക്കി. നഴ്സിംഗ് സംഘടനകൾ സമരം തുടങ്ങിയ കാലം മുതൽ സർക്കാരിനെ അറിയിച്ചിട്ടുള്ളതാണ്. ആവശ്യമുണ്ടെങ്കിൽ ഈ വാർഡുകളോ അല്ലെങ്കിൽ മെഡിക്കൽ വാർഡുകളോ ഏത് വാർഡുകളോ പിടിച്ചെടുത്ത് ഞങ്ങളെ ഏൽപ്പിക്കും, ഞങ്ങൾ വളരെ കൃത്യമായി മുന്നോട്ട് കൊണ്ടുവന്നു. സർക്കാരിന് അത് ചിന്തിക്കാമായിരുന്നു. അല്ലാതെ വിദ്യാർത്ഥികളെ വെച്ച് രോഗികളുടെ ജീവൻ കൊടുക്കൽ. അന്ന് ഞങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, പിടിച്ചെടുത്ത് തന്നാൽ ഞങ്ങൾ കൃത്യമായി രോഗികളെ പരിചരിക്കും, ഞങ്ങൾക്ക് അതിന് ഒരു കുഴപ്പമില്ല, രോഗിയുടെ ജീവന് ഞങ്ങൾക്ക് വിലയുണ്ട്. വാർഡുകൾ മെഡിക്കൽ വാർഡുകൾ പിടിച്ചെടുക്കാം സർക്കാരിന്. പേഷ്യൻറ്റിന് പൈസ മേടിക്കാൻ പറ്റില്ലെന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ പുതിയ വാർഡുകൾ ഓപ്പൺ ചെയ്യാം, ഞങ്ങൾ നഴ്സുമാരെ കൊടുക്കാം. എത്ര നഴ്സുമാരെ സർക്കാരിന് വേണം? ഞങ്ങളുടെ കൂടെ ഉള്ള എല്ലാവരും വരും, 1 രൂപ മേടിക്കാതെ വരും. പക്ഷേ സർക്കാർ ഇത്തരത്തിൽ രോഗികളെ വച്ച് പന്താടാൻ വിടരുതായിരുന്നു. അതും മാത്രമല്ല, മാനേജ്മെൻറ്റുകൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വാദം 1 വർഷം ട്രെയിനിങ് കഴിഞ്ഞ് മാത്രമേ ഇവർ ജോലിക്ക് പ്രാപ്തരാകൂ എന്ന് പറഞ്ഞുകൊണ്ട് 6,000 6,500 കൊടുത്ത് 60%-ലധികം നഴ്സുമാരെ ചൂഷണം ചെയ്യുന്ന നാട്ടിലാണ് ഇന്ന് മാനേജ്മെൻറ്റുകൾ ഇത്തരത്തിലൊരു നിലപാടിലേക്ക് തന്നെ 2ാം വർഷം പഠിക്കുന്ന വിദ്യാർത്ഥികളെ ഏൽപ്പിക്കാന്ന് പറയുന്നത്. ഇനി അടുത്ത കാര്യം, എനിക്ക് ഈ ചർച്ചയിൽ ആദ്യം ഫസൽ ഗഫൂർ സാറ് പറഞ്ഞൊരു കാര്യത്തിന് മറുപടിയുണ്ട്. അത് പൊതുജനം അറിയണം. കാരണം IRC കമ്മിറ്റിക്കകത്ത് ആശുപത്രിക്കകത്ത് ജോലി ചെയ്യുന്ന സ്കിൽഡ് ലേബേഴ്സ് എന്ന് പറയുന്ന 2 പേര്, ഈ ഇരിക്കുന്ന ലിവിനും പിന്നെ ശ്രീ ജാസ്മിൻ ഷായും മാത്രമാണ്. അവരാണ് ഈ വിദ്യാഭ്യാസ യോഗ്യത കഴിഞ്ഞ് പഠിച്ച് കഷ്ടപ്പെട്ട് എത്തിയ ആൾക്കാർ. ബാക്കി ആരും അങ്ങനെ എത്തിയവരല്ല എന്ന് ഉദ്ദേശിച്ചത് അവരൊക്കെ തൊഴിലാളി നേതാക്കന്മാരാണ്. ഞങ്ങൾ ഈ കൂട്ടർ 2 പേരുമാണ്. ഇതൊരു ഒരു സീസൺഡ് ആയിട്ടുള്ള തൊഴിലല്ല, അല്ലെങ്കിൽ സീസൺഡ് ആയിട്ടുള്ള രീതിയിലല്ലാതെ ഈ പ്രൊഫഷനിലൂടെ വന്നവർ ഈ 2 പേര് മാത്രമാണ്, വേറെ ആരും ഇല്ലെന്നാണ് എന്റെ വിശ്വാസം. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? നിങ്ങൾ ഒറ്റപ്പെട്ടു പോകുന്നു എന്നാണോ? ഞാൻ പറഞ്ഞത് ശരിയല്ലേ ലിബിനെ? ഞാൻ പറഞ്ഞത് ശരിയല്ലേ ലിബിനെ? തീർച്ചയായിട്ടും. അപ്പൊ അവിടെയാണ് ഈ പ്രശ്നം. അപ്പൊ ബാക്കിയുള്ളവർ BSc MLT-കാർ പറയുന്നു, ലാബ് ടെക്നീഷ്യൻകാർ പറയുന്നു, ഫാർമസിക്കാർ പറയുന്നു, ഈ കൂട്ടരോടെല്ലാം സഹകരിച്ചു. UNA എന്നുള്ള പ്രസ്ഥാനം ഇനി വളരുന്നത് വേറെ വഴി കൂടെയാണെന്നാണ് ഞങ്ങൾ ഇപ്പൊ കാണുന്നത്. കാരണം ഈ ഫാർമസിക്കാരുടെ എതിർപ്പുണ്ട്, BSc MLT-കാരുടെ എതിർപ്പുണ്ട്, എല്ലായിടത്തും എതിർപ്പുണ്ട്. അവരുടെ സംഘടന ഇല്ല. അവരെ മറ്റു തൊഴിലാളി സംഘടന പ്രതിനിധികളാണ് അവിടെ ഉള്ളത്. അവർ ആരും ഈ കൃത്യമായി ഈ ജോലി ചെയ്യുന്നവർ ആശുപത്രിക്കകത്തുള്ളവർ. അതാണ് പൊതുജനം മനസ്സിലാക്കാനുള്ളത്. അവിടെ ചെന്നിരിക്കുന്ന ഈ സ്കിൽഡ് ലേബർ പഠിച്ച് അല്ലെങ്കിൽ ഈ ഒരു വിഷമം മനസ്സിലാക്കുന്ന 2 പേരാണ്. എന്ന് വെച്ചാൽ മറ്റുള്ളവർ തൊഴിലാളികളുടെ വിഷമം മനസ്സിലാക്കുന്നതല്ല, ഇതുപോലെ പഠിച്ചു വന്ന അല്ലെങ്കിൽ ഇതുപോലെ വരുന്ന 2 പേരാണത്തുള്ളൂ, ഈ ശ്രീ ലിബിനും ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷനും. അല്ലാതെ വേറെ ആരും അതിനകത്തില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. അതുകൊണ്ട് ആ സ്കിൽഡ് ലേബേഴ്സിന് കൊടുക്കുമ്പോൾ അത് കൊടുക്കുന്നതിനെ തർക്കിക്കുകയും അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി വരണം എന്ന് പറഞ്ഞ വാദം ആദ്യം ഫസൽ ഗഫൂർ സാർ പറഞ്ഞില്ലേ, അതാണ് അവിടെ വ്യത്യാസം വരുന്നത്. അപ്പം ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങളുടെ സമൂഹത്തിന് കൃത്യമായി കിട്ടിയേ പറ്റുള്ളൂ. അതുമാത്രമല്ല, ഈ പറഞ്ഞ നേരത്തെ വന്ന സ്ഥിതിക്ക് നേരത്തെ ഒരു കാര്യം നമ്മളിങ്ങനെ പറഞ്ഞു വന്നത്, ചർച്ച വഴിമാറിപ്പോയ കാര്യമായിരുന്നു മാനേജ്മെൻറ്റുകൾ എന്തുകൊണ്ട് ഇന്നൊരു പ്രഖ്യാപനം നടത്തിയെന്ന്. അതിനകത്ത് കാണാനുള്ള അവരുടെ പ്രഖ്യാപനമല്ല, അവരുടെ 2ാമത്തെ വരിയാണ് വായിക്കാനുള്ളത്. ഇതിൽ കൂടുതൽ കൊടുക്കാൻ കഴിയില്ല. അതായത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇവിടെ ഒരു മീഡിയേഷൻ വെച്ചേക്കുന്നു, മുഖ്യമന്ത്രി ഇരുവാന്തി ഒരു തീരുമാനം എടുക്കാതിരിക്കുന്നു. ഇതിനെ 2നെയും വെല്ലുവിളിച്ചുകൊണ്ടാണ് അവർ ഇന്നൊരു തീരുമാനം പറഞ്ഞത്. ഇതിൽ കൂടുതൽ 1 രൂപ ഞങ്ങൾക്ക് കൊടുക്കാൻ കഴിയില്ല. കൃത്യമായി ഞാനത് കേട്ടുകൊണ്ടിരിക്കുന്ന 2ാമത്തെ സെന്റൻസ് അങ്ങനെയാണ്. അപ്പോൾ കോടതികളെ വെല്ലുവിളിക്കുന്നു മാനേജ്മെന്റ്, അതുപോലെ തന്നെ സർക്കാരിനെ വെല്ലുവിളിക്കുന്നു. ഇവരെ ഇങ്ങനെ അഴിച്ചു വിട്ടേക്കുവാണ്. കാരണം
അതിന് ഒരു കാര്യം മാത്രമേ അറിയാനുള്ളൂ, ഈ സമ്മർദ്ദം മറികടക്കുവാൻ സംസ്ഥാന സർക്കാരിന് കഴിയുമോ? മുഖ്യമന്ത്രി നേരിട്ടാണല്ലോ ചർച്ച വിളിച്ചിരിക്കുന്നത്. അതിനു മുൻപ് ഹൈക്കോടതിയുടെ മധ്യസ്ഥ ചർച്ചയുണ്ട്. പക്ഷേ മുഖ്യമന്ത്രി വ്യാഴാഴ്ച വിളിച്ച ചർച്ചയാണ് നിർണായകം. ഇതിൽ ആശുപത്രി ഉടമകളുടെ ഈ സമ്മർദ്ദം മറികടക്കാൻ സർക്കാരിന് കഴിയണം. മുഖ്യമന്ത്രിയെ വിളിച്ചുകൂട്ടി പ്രശ്നം പരിഹരിക്കണമെന്ന് CITU ആവശ്യപ്പെട്ടിട്ടുണ്ട്. മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ ഇടപെടും, പ്രശ്നത്തിന് പരിഹാരം കാണുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇവിടെ നടന്ന ചർച്ചയിൽ ചിലത് പറയാനുള്ളത് ഷിബു ബേബി ജാൻ തന്നെ പറയുന്നുണ്ട്. നിയമാനുസൃതം ചില കാര്യങ്ങൾ ചെയ്യാതെ പോയാൽ കോടതിയിൽ പോയി അഫക്റ്റഡ് പാർട്ടീസ് ആരെങ്കിലും ഞങ്ങൾ ഇതിനോട് ഒപ്പുവെച്ചിട്ടില്ല, ഞങ്ങൾക്കിതിനെതിരാണ് എന്ന് പറഞ്ഞു പോയാൽ അതവിടെ സ്റ്റേ ചെയ്തിട്ടും. ഇതാണ് തൊഴിൽ നിയമങ്ങളിൽ കൂലിക്കൂടുതലിന് വേണ്ടി മിനിമം വേജ് കമ്മിറ്റിയും അഡ്വൈസറി ബോർഡും ഒക്കെ എത്രയോ ശുപാർശകൾ ഇപ്പോഴും സ്റ്റേ ചെയ്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യാതെ കിടക്കുകയാണ്. അതിനകത്തൊരു സമന്വയം ഉണ്ടാക്കലാണ് ഗവൺമെൻറ് ചെയ്യുന്നത്. ഗവൺമെൻറ് തൊഴിലാളിയുടെ വശത്താണ്, പണിയെടുക്കുന്നവരുടെ കൂടെയാണ്. അതുകൊണ്ട് ഇവിടെ ഹൈക്കോടതി പറഞ്ഞു എസ്മ പ്രയോഗിക്കണം, ഈ ഗവൺമെൻറ് പ്രയോഗിക്കില്ല. ഇതിന് മുമ്പ് പറഞ്ഞിട്ടുള്ള കേന്ദ്ര ഗവൺമെൻറ് ജീവനക്കാരുടെ സമരത്തെ അടിച്ചമർത്താൻ തീരുമാനിച്ചപ്പോഴും CRPക്കാരോട് പറഞ്ഞ് ബാരക്കിൽ പോയി ഇരുന്നോളണം, ഇവിടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി ഗവൺമെൻറ് ഉണ്ടെന്ന് പറഞ്ഞ പാരമ്പര്യമുള്ള മുന്നണി ഗവൺമെൻറ്റാണ് ഇവിടെ ഭരിക്കുന്നത്. ഇപ്പോൾ തൊഴിലാളിക്കും തൊഴിലാളി സംഘടനകൾക്കും ആവശ്യങ്ങൾ നേടിയെടുക്കാൻ ഒരു അന്തരീക്ഷമുണ്ട്. ഈ പരിശീലനത്തിന് വിദ്യാർത്ഥികളെ ഉപയോഗിച്ച് അവിടെ പ്രാക്ടിക്കലിന് നിയോഗിച്ചു എന്ന് പറയുന്നതൊന്നും ഗവൺമെൻറ് ഒരു ആവശ്യപ്രകാരം ചെയ്യുന്നതല്ല, സാഹചര്യത്തെ നേരിടാനാണ്. നേരത്തെ മഞ്ജുഷ് പറഞ്ഞ പോലെ ജനങ്ങളോട് തൊഴിലാളി പണിമുടക്കുകയും സമരം ചെയ്യുന്ന തൊഴിലാളികളുടെ ഉത്തരവാദിത്വമുണ്ട്. ആ സമീപനമാണ് എടുക്കുന്നത്. അതുകൊണ്ട് വേറെ ഏതെങ്കിലും ഒരു തൊഴിലാളി വിഭാഗത്തിന് നിങ്ങൾക്ക് ശമ്പളം മെഴ്സസിന് ശമ്പളം കൊടുക്കുന്ന എതിരാണെന്ന് പറഞ്ഞുകൊണ്ട് അതൊന്നും ഗവൺമെൻറ് അംഗീകരിക്കില്ല. എല്ലാവർക്കും ന്യായമായി നിങ്ങൾക്ക് 60% വർധനമാണ് നഴ്സസിൻ്റെ കാര്യത്തിൽ വന്നത്. മറ്റവർക്കാണെങ്കിൽ 49% വർധനമേ വന്നുള്ളൂ. അപ്പോൾ 60% വർധന വരുമ്പോൾ തന്നെ ഒരു കാര്യം പറയേണ്ടത്, കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് വാങ്ങുന്ന 8,775 രൂപയാണ് GNM നഴ്സ് വാങ്ങിയത്. ആ നഴ്സിനാണ് ഇപ്പോൾ 17,200 എന്ന് പറഞ്ഞത്. അതിൻ്റെ അലവൻസ് എല്ലാം കൂടി കൂട്ടുമ്പോൾ അത് വീണ്ടും വർദ്ധിക്കും. പറയുന്നത് പോലെ ഈ ഇപ്പോൾ 500 കിടക്കയിൽ കൂടുതലുള്ള ആശുപത്രികൾ അവിടെ പണിയെടുക്കുന്ന തൊഴിലാളിക്ക് അവർക്കുള്ള നഴ്സിംഗ് അലവൻസും ഫീൽഡ് അലവൻസും ഇതെല്ലാം ഇതിന് പുറമേ വരുന്നുണ്ട്. ആ അലവൻസ് എല്ലാം ചേരുമ്പോൾ 20,000 മാത്രമല്ല നിൽക്കുന്നത്, അതിൽ കൂടുതൽ വരും. ഇതെല്ലാം ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. അതുകൊണ്ട് ആളുടെ തെറ്റിദ്ധരിപ്പിക്കും. രൂപ വാങ്ങി പണിയെടുത്തവർക്ക് ഒറ്റയടിക്ക് വന്ന വർധനവിന് നിങ്ങൾ ചെറുതായി കാണരുത്. 2000 മുതൽ 4000 വരെ ഉള്ളൂ സഖാവേ. വർധന ഈ ഗവൺമെന്റ് വന്നുകൊണ്ടാണ് ലഭ്യമാകുന്നതെന്നും കാണും സഖാവേ. 2000 മുതൽ 4000 വരെ ഉള്ളൂ. ഇതെല്ലാം CB മുകേഷ് ഇവിടെ വിശദീകരിച്ചതാണ്. ഇത് എത്ര വർധനം യഥാർത്ഥത്തിൽ ഉണ്ട് എന്ന്. ഈ പെരുപ്പിച്ച് കാണിക്കുന്ന 56-ലൊന്നും ഒരു കാര്യവുമില്ല എന്ന്. ഈ ചർച്ച അവസാനിക്കും മുമ്പ് 20 മുതൽ 100 കിടക്ക വരെ 100 മുതൽ 200 കിടക്ക വരെ പെരുപ്പിച്ച് കാണിക്കുന്ന കണക്കുകളാണ് ശ്രീ ആൽക്കൽവട്ട മാനവൻ. ഇതിനുള്ള മറുപടി ഞാൻ ഈ ചർച്ച അവസാനിക്കുമ്പോൾ ഒരു കാര്യം പൊതുജനങ്ങളോടായി പറഞ്ഞോട്ടെ. നേരത്തെ ഫസൽ ഗഫൂർ സാർ പറഞ്ഞു ചെറിയ ആശുപത്രികൾ അടച്ചുവിടും. ചെറിയൊരു കണക്ക് നിങ്ങളുടെ മനസ്സിൽ വെച്ചോളൂ. ഒരു 10 ബെഡ് അല്ലെങ്കിൽ 20 ബെഡുള്ള ആശുപത്രിയിൽ ഉണ്ടാകുന്ന 3-4 നഴ്സുമാർ, അവർക്ക് കൊടുക്കേണ്ട ശമ്പളം മാക്സിമം പോയാൽ 20,000 പറയുമ്പോൾ 80,000 രൂപ. നിങ്ങൾ മനസ്സിൽ വെക്കുക. 20 ബെഡുള്ള ആശുപത്രിയിൽ ഒരു ബെഡിൽ നിങ്ങൾ ഒരു ദിവസം പോയി കിട്ടാൻ നിങ്ങൾക്ക് മിനിമം നിങ്ങൾക്ക് ചിലവാകും 1000 രൂപ. 1000 രൂപ കുറഞ്ഞ് കേരളത്തിൽ ഒരു ആശുപത്രിയിൽ ഒരു ദിവസം ബിൽ വരില്ല. വരുമോ? ഇല്ലല്ലോ. അങ്ങനെ നിങ്ങൾ കൂട്ടിയാൽ പോലും 20 ബെഡുള്ള ആശുപത്രിയിൽ ഒരു മാസത്തെ വരുമാനം 20,000 × 30 ഏകദേശം 6.5 ലക്ഷം രൂപ വരുന്നു. അതിൽ 60,000 രൂപ 10% ആശുപത്രിയുടെ ഹൃദയമായ ഞങ്ങൾ ചോദിക്കുന്നുള്ളൂ. ഞങ്ങളുടെ കൂടെ അതായത് ആ പറഞ്ഞ 40% എംപ്ലോയിക്ക് കൊടുക്കണമെന്ന അല്ലെങ്കിൽ കൊടുക്കണമെന്ന നിയമം നടക്കണം. അതിന്റെ 10% താഴെ ഞങ്ങൾ പിന്നെ എങ്ങനെ ഈ ചെറിയ ആശുപത്രി പൂട്ടിപ്പോകുന്നു? ഫസൽ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. എല്ലാവർക്കും ഇടവേളയ്ക്ക് ശേഷം അകം പോകാം.